സന്തോഷി, നിർണായക വിവരങ്ങൾ അടക്കം ഉടൻ ലഭ്യമാകും എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഈ കാർവാർ MLA അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. എപ്പോഴായിരിക്കും ഇനി ഇവർ മാധ്യമങ്ങളെ കാണുക? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധ്യത? സാധാരണഗതിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6:30യോടുകൂടി, അതായത് ഈ ദൗത്യം അവസാനിപ്പിക്കുന്ന ആ മണിക്കൂറുകളിൽ കാർവാർ MLA സതീഷ് കൃഷ്ണശ്രീ നമുക്ക് മുൻപാകെ, മാധ്യമങ്ങൾക്ക് മുൻപാകെ വന്ന് വളരെ കൃത്യമായും തന്നെ അന്ന് ആ ദിവസത്തെ പുരോഗതികളെല്ലാം തന്നെ മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നാളെ അടുത്ത ദിവസം ഏത് പദ്ധതിയാണ് തയ്യാറാക്കുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുൻപാകെ വിശദീകരിക്കാറുണ്ട്. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് മുൻപേ തന്നെ ജില്ലാ കലക്ടറും ഈ SP-യും ചേർന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിനാണ് നമ്മളിവിടെ എല്ലാ മാധ്യമങ്ങളും ക്യാമറയെല്ലാം സെറ്റ് ചെയ്ത് മൈക്കെല്ലാം സജ്ജമാക്കി വെച്ച് അതിനു വേണ്ടിയുള്ള ഈ കലക്ടറും SP-യും വരുന്നതിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ അവർ എത്തി വാർത്താ സമ്മേളനം തുടങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അതിനുശേഷം ചിലപ്പോൾ കാർവാർ MLA തന്നെ, അദ്ദേഹമാണ് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കാറുള്ളത്. കാർവാർ MLA മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ഈ തിരച്ചിലിന് നേതൃത്വം നൽകുന്ന ഇന്ദ്രപാൽ മാധ്യമങ്ങളോട് ഇന്നത്തെ പുരോഗതി വിശദീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം രാവിലെ ഈ ദൗത്യത്തിൽ ചേരുന്നതിനായി എത്തുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഇന്ന് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും വൈകുന്നേരം അതിന്റെ പുരോഗതി ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഇത് ലോറിയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിരീകരണം ലഭിച്ചത് അത് ഈ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരഗൌഡയായിരുന്നു. ആ കാര്യം ഈ നദിയിൽ ലോറിയുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ വൈകുന്നേരത്തോട് സ്ഥിരീകരിച്ചത്. അതിന് പിന്നാലെ പല ഉദ്യോഗസ്ഥരും ഈ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ശാസ്ത്രീയമായ പരിശോധനയിലൂടെയുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡ്രോണിന്റെ ഉൾപ്പെടെ പരിശോധന റിസൾട്ടുകൾ ലഭിക്കണം. അതിന്റെ ചിത്രങ്ങൾ ലഭിച്ചാൽ മാത്രമേ അതിനൊരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ തിരച്ചിലിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണിത്. അതിന്റെ ഒരു ഫലം എന്താണ് എന്നതിന് അടിസ്ഥാനമായിരിക്കും മറ്റുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ ഇന്ന് തിരച്ചിൽ നടത്തിയിട്ടുള്ള ഡ്രോണിന് അതിന് ഈ വെള്ളത്തിനടിയിലും മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിലൊക്കെ കണ്ടെത്താൻ കഴിയേണ്ടതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സാന്നിധ്യം ഇതിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വർഷം